കൊല്ലം കൊട്ടിയത്ത് വാടക നൽകാത്തതിന്റെ പേരിൽ 2 കുട്ടികളെ വീട്ടുടമ പൂട്ടിയിട്ട സംഭവത്തിലെ ഇടപെടലിൽ 24-ന് നന്ദി പറഞ്ഞ് കുടുംബം. കുടിശ്ശികയായ 4 മാസത്തെ വാടകത്തുക നൽകുമെന്ന് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ഇന്നലെ ഉറപ്പ് നൽകിയിരുന്നു. മാതാവ് സ്ഥലത്തില്ലാത്ത സമയത്താണ് വീട്ടുടമസ്ഥൻ ഗേറ്റ് പൂട്ടിപ്പോയത്. 24 ശ്രീകണ്ഠൻ സാറിനോട് ഒരുപാട് നന്ദി പറയാം. വാടകയൊക്കെ മുടങ്ങാൻ കൊടുത്തോണ്ടിരുന്നത് സിംലയിലൊക്കെ പോകുമായിരുന്നു. കൊല്ലത്ത് സാംസങ് ഓഫീസിൽ പൊയ്ക്കൊണ്ടിരുന്നത്, ഞാനും അനിയത്തിയും പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ പോകാൻ പറ്റാത്തൊരു സാഹചര്യം. കഴിഞ്ഞ ദിവസമാണ് മാതാവ് സ്ഥലത്തില്ലാത്ത സമയത്ത് 17ഉം 5ഉം വയസ്സുള്ള കുട്ടികളെ വീടിനുള്ളിലാക്കി ഗേറ്റ് പൂട്ടി വീട്ടുടമ പോയത്. 4 മാസത്തെ വാടക കുടിശ്ശികയുടെ പേരിലായിരുന്നു ഹീനമായ നടപടി. സംഭവം 24 വാർത്തയാക്കിയതിന് പിന്നാലെ സമൂഹമാധ്യമങ്ങളിലടക്കം വീട്ടുടമയുടെ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമുയർന്നു. കുടുംബത്തിന് 4 മാസത്തെ വാടക കുടിശ്ശിക നൽകുമെന്ന് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ഉറപ്പു നൽകി. കുട്ടിയത്തെ വീട്ടുടമസ്ഥന്റെ 4 മാസത്തെ വാടക നമ്മുടെ ഓഫീസിൽ നിന്ന് അടയ്ക്കുമെന്ന് പറഞ്ഞേക്കൂ കേട്ടോ. നിങ്ങളിവിടെ സന്തോഷമായിട്ടിരിക്കുക, ബാക്കി കാര്യം നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ. അപ്പോൾ അരുൺ രാജ്, നമ്മൾ യഥാർത്ഥത്തിൽ ഇവർ കുടിശ്ശിക വരുത്തിയെന്ന് പറയുന്ന 4 മാസത്തെ വാടക നമ്മൾ ഫ്ലവേഴ്സിന്റെ ഓഫീസിൽ നിന്ന് അയച്ചു കൊടുക്കുന്ന അദ്ദേഹത്തെ അറിയിച്ചേക്കുക. വീടൊന്നും പൂട്ടിയിടണ്ടെന്ന് പറയാം. ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചുപോയ 2 യുവതികളും അവരുടെ മക്കളും മാത്രമാണ് വാടക വീട്ടിൽ താമസം. അച്ചാറും മറ്റും വിൽപ്പന നടത്തിയാണ് കുടുംബം കഴിയുന്നത്. ഉപജീവനത്തിന് മറ്റു മാർഗങ്ങളില്ലാത്ത ഇവരെ പ്രദേശവാസികൾ പോലും ഒറ്റപ്പെടുത്തുന്നു എന്നാണ് ആരോപണം. ഈ മാസം 14-ാം തീയതി ഞങ്ങൾ ഇവിടെ ഇറങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞത്. ഈ മാസം 14-ാം തീയതി താക്കോല് കൊടുത്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ വീട്ടു സാധനം പറക്കി വെളിയിലോട്ട് ഇട്ടിട്ട് എങ്ങോട്ടാന്ന് വെച്ചാൽ മാറിത്തരണം എന്ന് പറഞ്ഞായിരുന്നു. 14-ാം തീയതി വൈകിട്ടായപ്പോഴത്തേക്ക് ഇവിടെ വന്ന് ആ കാക്ക വന്ന് ഗേറ്റ് പൂട്ടി. 2 ആണുങ്ങൾ വന്നായിരുന്നു പൂട്ടിയത്. അന്നേരം മോക്ക് +2 പരീക്ഷ രാവിലെ കൊണ്ടുപോയി ഞാനും എൻ്റെ അനിയത്തിയും മോളും കൂടെ പോയായിരുന്നു. അന്നേരം മോനും അനിയത്തിയുടെ മോളും കൂടെ പൊടി മോളും കൂടെ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. ചെറുതാണെങ്കിലും മറ്റൊരു വാടക വീട്ടിലേക്ക് ഉടൻ തന്നെ താമസം മാറണമെന്നാണ് ഇവരുടെ ആഗ്രഹം. ഒപ്പം സ്ഥിര വരുമാനമുള്ള ഏതെങ്കിലും ഒരു ജോലിയും. സുമനസ്സുകളുടെ സഹായത്തിനായി കുടുംബം കാത്തിരിക്കുകയാണ്. അരുൺ എസ് ആറിനൊപ്പം ശ്രീകുമാരൻ, 24 കൊല്ലം.